LDF യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അതുകൂടി നമ്മൾ പരിഗണിക്കും. എന്തായാലും ഞാൻ വിചാരിച്ചു വേറെ ആര് കോടതി അല്ല, കോടതിയുടെ അഭിപ്രായം പറയുമല്ലോ. വയനാട്ടിൽ UDF ഹർത്താൽ ആചരിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഹർത്താൽ ആചരിച്ചു. രണ്ട് ഹർത്താലും ഒരു ദിവസമാണ്. ഇതിൽ UDF LDF വ്യത്യാസമില്ല. ജനങ്ങളുടെ ഒരു മൊത്തം പ്രതിഷേധമാണ് ഈ പ്രശ്നങ്ങൾ ഉയർന്നു. വയനാടിന്റെ ഒരു പൊതുവികാരമാണത്. ആ വയനാടിന്റെ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർത്താൽ എന്നുള്ള ഒരു സമരരീതി അവർ സ്വീകരിക്കാൻ നിർബന്ധിതമായത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് കേന്ദ്രത്തിന്റെ ഈ നിഷേധ നിലപാട് തന്നെയാണ്. ഇത് വയനാടിന്റെ മാത്രം പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നമായിട്ടാണ് ഈ വയനാട് ദുരന്തത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും സമീപിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മ വേണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാട്. ഈ നിലപാടിന്റെ ഭാഗമാണ് ഇപ്പൊ നേരത്തെ തന്നെ കേരളത്തിന് അർഹമായിട്ടുള്ള പദ്ധതി വിഹിതം ലഭിക്കുന്നില്ല, നികുതി വിഹിതം ലഭിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ സംസ്ഥാനം നിയമസഭ തന്നെ ഒരു പ്രമേയം പാസാക്കി. വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് തിരുത്തലിന് വിധേയമാകുന്നില്ല എന്ന് വന്ന സമയത്ത് കേന്ദ്രത്തിനെതിരായ ഒരു സമര പരിപാടി ആവിഷ്കരിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും MP-മാരും കേരളത്തിലെ MP-മാരും ഒന്നിച്ച് പങ്കെടുക്കാവുന്ന ഒരു സമരം ഡൽഹിയിൽ ആസൂത്രണം ചെയ്തു. ആ സമരത്തിൽ സഹകരിക്കണമെന്ന് നേരിട്ട് അവരോട് ഈ UDF-ന്റെ നേതാക്കന്മാരോട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരോട് മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചു. അവർ സഹകരിക്കാൻ തയ്യാറായില്ല. നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് തയ്യാറല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ച സമരത്തിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. കഴിഞ്ഞ പാർലമെന്റിൽ ഇവിടെ കേരളത്തിൽ നിന്ന് 18 MP-മാർ UDF-നെ പ്രതിനിധീകരിക്കുന്നവരായിട്ടുണ്ടായിട്ടുണ്ട്. അവരുകൂടി സഹകരിച്ചുകൊണ്ട് ഒന്നിച്ച് നിവേദനം സമർപ്പിക്കാൻ, കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒന്നിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോഴും പ്രതിപക്ഷം സഹകരിച്ചിട്ടില്ല. കേരളത്തിലെ UDF സഹകരിക്കാത്ത സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ MP-മാരെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കേരളത്തിന് അർഹമായ നമുക്ക് അർഹതപ്പെട്ട സഹായങ്ങൾ ലഭിക്കണം എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അത് ഫെഡറൽ രീതി വെച്ച് നോക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ചുമതലയാണ്. ഈ കാര്യങ്ങളിൽ കേരളത്തിലെ MP-മാർ ഒന്നിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് അങ്ങേയറ്റം സ്വാഗതാർഹമായ നടപടിയാണ്. അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തെ കൂടി സഹകരിച്ച് ആരെല്ലാം സഹകരിക്കാൻ തയ്യാറാകുമോ അവരെ എല്ലാം സഹകരിപ്പിച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തണം എന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു LDF കൺവീനർ. അതിൽ യോജിച്ച പോരാട്ടത്തിന് കേരളം തയ്യാറാകണം, സാധ്യമായ എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം എന്ന കാര്യമാണ് LDF കൺവീനർ സൂചിപ്പിച്ചത്.